മോഹൻ ഒരു ഫാക്ടറിയിലെ തൊഴിലാളിയായിരുന്നു. അയാളുടെ വീട്ടിലെ കാര്യങ്ങൾ സുഗമമായല്ല പോയിക്കൊണ്ടിരുന്നത്. ഇത് അയാളുടെ ഉള്ളിൽ വലിയ വിഷമം ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. മോഹന്റെ വിഷമം കണ്ട് അയാളുടെ ഭാര്യ സ്വപ്ന അയാളോട് ഇങ്ങനെ പറഞ്ഞു: നിങ്ങൾ കുറേയധികം ദിവസങ്ങളായി വളരെ വിഷമത്തിലാണെന്ന് തോന്നുന്നു. എന്നോട് തുറന്നു പറയുന്നേ. ദിവസങ്ങൾ പോകുന്തോറും വീട്ടുചെലവുകൾ കൂടിക്കൂടി വരികയാണ്. കൂടാതെ ഫാക്ടറിയിലെ ജോലി കൊണ്ട് മെച്ചം ഒന്നും കിട്ടുന്നില്ല. ഇങ്ങനെ പോയാൽ വീട്ടിലെ കാര്യങ്ങളൊക്കെ അവതാളത്തിലാകും. വീട്ടുചെലവുകൾക്കായി എന്ത് ചെയ്യുമെന്ന് എനിക്ക് മനസ്സിലാകുന്നേയില്ല. നമുക്കൊരു നല്ല വീട് വയ്ക്കാൻ ഇനി നമ്മൾ എന്ത് ചെയ്യും? പിന്നെ ഇപ്പോൾ ഞാൻ ജോലി ചെയ്യുന്ന ഫാക്ടറി അടച്ചുപൂട്ടലിന്റെ വക്കിലുമാണ്. നിങ്ങൾ വിഷമിക്കാതിരിക്കെ, ദൈവം ഒരു വഴി കാണിച്ചു തരാതിരിക്കില്ല. ആ വീട്ടിൽ അയാളുടെ ഭാര്യ സ്വപ്നയും വയസ്സായ അമ്മ ശാന്തിയും 6 വയസ്സുള്ള മോഹന്റെ മകൾ ചിങ്കിയുമായിരുന്നു ഉണ്ടായിരുന്നത്. മോഹൻ ജോലി ചെയ്തിരുന്ന ഗ്രാമത്തിലെ ആ ഫാക്ടറി അടച്ചുപൂട്ടലിന്റെ വക്കിലായിരുന്നു. ഇതോർത്ത് അയാൾ വല്ലാതെ വിഷമിച്ചു. അയാൾ ഇതേപ്പറ്റി അയാളുടെ സുഹൃത്തായ രാജുവിനോട് സംസാരിക്കുന്നു. രാജു പട്ടണത്തിൽ ജോലി ചെയ്യുകയായിരുന്നു. എനിക്കറിയില്ല ഞാൻ ഇനി എന്ത് ചെയ്യുമെന്ന്. ഇവിടെയാണെങ്കിൽ ജോലിയില്ല, കൂലിയില്ല. എന്നാൽ നിനക്ക് എന്റെ കൂടെ പട്ടണത്തിലേക്ക് വന്നൂടെ? അവിടെ ഞാൻ നിനക്കൊരു സെക്യൂരിറ്റിയുടെ ജോലി വാങ്ങിത്തരാം. ഒന്നുമില്ലെങ്കിലും മാസം തോറും 16,000 രൂപ നിനക്ക് ശമ്പളം കിട്ടും. നീ സത്യമാണോ പറയുന്നത്? എങ്കിൽ ശരി, ഞാനും പട്ടണത്തിലേക്ക് വരാൻ തയ്യാറാണ്. മോഹൻ വീട്ടിലെത്തി എല്ലാവരോടും ഈ വിവരങ്ങൾ പറഞ്ഞ ശേഷം പട്ടണത്തിലേക്ക് പുറപ്പെടുന്നു. പട്ടണത്തിൽ അയാൾക്ക് ഒരു കമ്പനിയുടെ സെക്യൂരിറ്റി ഗാർഡായി ജോലി ലഭിക്കുന്നു. മോഹൻ കാഴ്ചയിൽ വെളുത്ത് ഉയരമുള്ള ഹാൻഡ്സമായ ഒരാളായിരുന്നു. അയാൾക്കിപ്പോൾ മാസം 16,000 രൂപ വരുമാനവുമുണ്ട്. ഇവിടെ ഗ്രാമത്തിൽ സ്വപ്നയും സാഹചര്യം മനസ്സിലാക്കി ഗ്രാമത്തിൽ പച്ചക്കറികൾ വിൽക്കാൻ ആരംഭിച്ചു. കൊടും ചൂടിൽ തലയിൽ വലിയ ചുമടുമായി അവൾ ദിവസം മുഴുവൻ ഗ്രാമത്തിൽ പച്ചക്കറി വിറ്റു നടന്നു. തക്കാളി, ബ്രിഞ്ചാൾ, കാരറ്റ്, കാബേജ് വാങ്ങൂ. അതെ സ്വപ്നെ, നീയും ഈ ജോലി ചെയ്യാൻ തുടങ്ങിയോ? വീട് മുന്നോട്ടു പോകണമെങ്കിൽ ജോലി ചെയ്തേ പറ്റൂ ചേച്ചി. വളരെ നല്ല കാര്യമാണ്. നിന്റെ മകളുടെ കാര്യങ്ങൾ നോക്കാൻ വീട്ടിൽ ശാന്തിക്കാക്കിയുമുണ്ടല്ലോ. ആ ചൂടിൽ പച്ചക്കറി വിറ്റ് ക്ഷീണിതയായി സ്വപ്ന വീട്ടിലെത്തും. പിന്നെ അവൾ വീട്ടിലേക്കുള്ള ഭക്ഷണം ഉണ്ടാക്കും. അവിടെ പട്ടണത്തിൽ മോഹൻ തന്റെ ജോലിയിൽ ബിസി ആയി കഴിഞ്ഞിരുന്നു. പക്ഷേ കുറച്ചു ദിവസം കൊണ്ട് തന്നെ അയാൾക്ക് ആ ജോലി മടുത്തു തുടങ്ങി. അങ്ങനെ ഒരു ദിവസം, ഞാൻ വിചാരിച്ചിരുന്നത് എനിക്ക് നിറയെ പണം സമ്പാദിക്കാമെന്നാണ്. അങ്ങനെ ഞാൻ സുഖലോലുപമായ ഒരു ജീവിതം നയിക്കുമെന്നും. പക്ഷെ ഇപ്പോൾ ഇതാ ഞാൻ 16,000 രൂപയുടെ ജോലി ചെയ്യുന്നു. അതിനു പുറമെ എന്റെ വീടും കൂടി നോക്കണം. നിങ്ങളുടെ കൂടെ പാർട്ടി കൂടാൻ പോലും ഒഴിവു സമയം കിട്ടുന്നില്ല. പിന്നെ ആരാടോ നിന്നോട് പറഞ്ഞത് പാവപ്പെട്ട ഒരു പെണ്ണിനെ വിവാഹം കഴിക്കാൻ? നിന്നെ കാണാനും ഗുഡ് ലുക്കിംഗുമാണ്. നീ പണക്കാരിയായ ഒരു പെണ്ണിനെ വിവാഹം ചെയ്തിരുന്നെങ്കിൽ ഒരു കുഴപ്പം ഉണ്ടാവില്ലായിരുന്നു. നിനക്കറിയോ, അടുത്തുള്ള ഗ്രാമത്തിലെ ആ ഹരിയ ഇല്ലേ, കാണാൻ സുന്ദരനായിരുന്നു. അയാൾ പട്ടണത്തിലെ സുന്ദരിയായ ഒരു പെണ്ണിനെ കറക്കിയെടുത്തു. പിന്നെ വിവാഹം കഴിക്കുമ്പോൾ അവന് സ്ത്രീധനമായി ഒരു വലിയ ബംഗ്ലാവും കിട്ടി, ഒരു മെഴ്സിഡസ് ബെൻസും കിട്ടി, പിന്നെ കുറെ പൈസയും. നീ എന്താണീ പറയുന്നത്? അയാളുടെ തല വര. എല്ലാം ഭാഗ്യത്തിന്റെ കളിയാ. ഹാ, എന്നും ഇങ്ങനെ കരയാനാ എന്റെ വിധി. ഇതും പറഞ്ഞ് മോഹൻ തന്റെ വീട്ടിലേക്ക് പോകുന്നു. പക്ഷേ വീട്ടിലെത്തിയിട്ടും രാജുവിന്റെ വാക്കുകൾ അയാളുടെ കാതിൽ അലയടിച്ചു. ആ സ്വപ്നയെ പോലെ ഒരു ദരിദ്രയെ വിവാഹം കഴിച്ചതാ എനിക്ക് പറ്റിയ അബദ്ധം. ഞാൻ ഏതെങ്കിലും പണക്കാരിയെ കെട്ടിയിരുന്നുവെങ്കിൽ എനിക്ക് ഈ ദാരിദ്ര്യം അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു. എന്നെ കാണാനും തിരക്കേടില്ല. ഏതെങ്കിലും ഒരു പെൺകുട്ടി എന്നെ തീർച്ചയായും ഇഷ്ടപ്പെട്ടേനെ. അങ്ങനെ അയാൾ തന്റെ ആദ്യ വിവാഹത്തെ പഴിക്കാൻ തുടങ്ങുന്നു. അങ്ങനെ ഒരു ദിവസം മോഹൻ കുമിലിക എന്ന പേരുള്ള പണക്കാരിയായ ഒരു പെൺകുട്ടിയെ കണ്ടുമുട്ടുന്നു. കമ്പനിയുടെ സീനിയർ മാനേജർക്ക് ഏതോ പേപ്പർ കൊടുക്കാൻ അയാളുടെ വീട്ടിൽ പോയതായിരുന്നു മോഹൻ. മാനേജറിന്റെ മകളായ കുമിലികയ്ക്ക് മോഹനെ ഒറ്റ നോട്ടത്തിൽ തന്നെ ഇഷ്ടപ്പെടുന്നു. വാവ്, ഇദ്ദേഹം എത്ര സുന്ദരനാണ്! ഒറ്റ നോട്ടത്തിൽ തന്നെ കുമിലികയ്ക്ക് മോഹനോട് പ്രേമം തോന്നുന്നു. അവൾ അവളുടെ ഹൃദയം മോഹന് കൈമാറുന്നു. മോഹനും ഇത് മനസ്സിലാക്കുന്നു. രണ്ടുപേരും രഹസ്യമായി തങ്ങളുടെ നമ്പറും കൈമാറുന്നു. കുമിലികയും എന്തെങ്കിലും കാരണമുണ്ടാക്കി ആ കമ്പനിയിൽ വന്നു പോയിക്കൊണ്ടിരുന്നു. പിന്നെ എന്റെ അച്ഛൻ പറഞ്ഞു നിങ്ങൾ വിവാഹിതനാണെന്ന്. പക്ഷേ ഭാര്യയുമായി നല്ല രസത്തിലല്ല എന്നും. അതിരിക്കട്ടെ, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയുമായി ഒത്തുപോകാൻ കഴിയാത്തത്? വിവാഹം പവിത്രമായ ഒരു ബന്ധമാണ്. പക്ഷേ എന്റെ ഭാര്യ, അവളെന്നിൽ തൃപ്തയല്ല. കാരണം ഞാനൊരു പാവപ്പെട്ടവനാണ്. അവൾക്ക് പണക്കാരനായ ഒരാളെ വിവാഹം കഴിക്കാനാണ് ആഗ്രഹം. പണക്കാരനായ ഒരു വ്യക്തിയുമായി അവൾക്കൊരു അഫെയർ പോലുമുണ്ട്. എങ്കിലും അവളെ ഉപേക്ഷിക്കാൻ എനിക്കാകുന്നില്ല. എന്റെ ദുഃഖങ്ങളെ മനസ്സിലാക്കുന്ന ഒരു പെൺകുട്ടിയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ എത്രയും പെട്ടെന്ന് എന്റെ ഭാര്യ ഉപേക്ഷിക്കും. അപ്പോൾ അവൾക്കും സന്തോഷമുള്ളൊരു ജീവിതം കിട്ടും, അതോടൊപ്പം എനിക്കും. ഇതൊക്കെ കേട്ട് കുമിലിക അയാളുടെ വാക്കുകളിൽ വീണുപോകുന്നു. അങ്ങനെ അവർ രണ്ടുപേരും വിവാഹിതരാകുന്നു. മോഹൻ അവളുടെ വലിയ വീട്ടിൽ താമസം തുടങ്ങുന്നു. ഈ കാര്യങ്ങളൊന്നും സ്വപ്ന അറിയുന്നുണ്ടായിരുന്നില്ല. മോഹൻ തന്റെ ജോലി ഉപേക്ഷിച്ച് കുമിലികയുടെ പട്ടണത്തിൽ ജീവിക്കാൻ തുടങ്ങുന്നു. കുമിലികയ്ക്ക് തന്റെ ഭർത്താവിന്റെ വീട്ടുകാരെ കാണണമെന്ന് മോഹനോട് വാശി പിടിക്കുന്നു. എനിക്കൊന്നും അറിയണ്ട, എനിക്ക് നിങ്ങളുടെ ഗ്രാമം കാണണമെന്ന് പറഞ്ഞാൽ കാണണം. ശരി മോളെ, കൊണ്ടുപോകാം. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം മോഹൻ ഒരു വലിയ വണ്ടിയിൽ കുമിലികയുമായി തന്റെ ഗ്രാമത്തിലെത്തുന്നു. പച്ചക്കറി വിൽക്കാനിറങ്ങിയ സ്വപ്ന ആ വലിയ വണ്ടി കണ്ട് അന്തം വിടുന്നു. പുറത്തുവരുന്ന സ്വപ്നയുടെ കാലുകൾ ഇടറുന്നു.
അവൾ ചോദിച്ചു, എത്ര ദിവസമായി നിങ്ങളുടെ ഫോൺ ട്രൈ ചെയ്യുന്നു, പക്ഷെ അത് സ്വിച്ച് ഓഫ് ആണല്ലോ. മോഹൻജി, നിങ്ങൾ ഇതെല്ലാം, പിന്നെ ഈ സ്ത്രീ ആരാണ്? ഇതെന്റെ ഭാര്യയാണ്. ഇവൾ വലിയ വീട്ടിലെ പെൺകുട്ടിയാണ്. ഇല്ല മോഹൻജി, നിങ്ങൾ കള്ളം പറയുകയാണെന്ന് പറയൂ. ഇതെല്ലാം സ്വപ്നമാണ്, സത്യമല്ലെന്ന് പറയൂ. ഇല്ല, ഇത് സത്യമാണ്. ഞാൻ കരുതിയത് എല്ലാ തവണത്തെയും പോലെ ഇത്തവണയും നിങ്ങൾ എനിക്ക് വലിയൊരു സമ്മാനവുമായി വരുമെന്നാണ്. പക്ഷെ ഇതെന്താണ്? നിങ്ങൾ എന്റെ ജന്മദിനത്തിൽ എനിക്കായി പണക്കാരിയായ നിങ്ങളുടെ രണ്ടാം ഭാര്യയെ കൊണ്ടുവന്നിരിക്കുന്നു. ഹാ, ഇത് നിങ്ങളുടെ സമ്മാനമായി തന്നെ കരുതിക്കോളൂ. മോഹൻജിയെ ഇത്തിരി സ്നേഹിക്കുന്ന ഒരു ഭാര്യ. ഇത്രയും പറഞ്ഞ് അവൾ വീട്ടിനുള്ളിലേക്ക് കയറിപ്പോകുന്നു. കുമിലികയെ കല്യാണം കഴിച്ചതുവഴി മോഹന് എല്ലാം ലഭിച്ചു. അയാളുടെ വീട്ടിൽ ഇത് വലിയ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കിയത്. ഞാൻ നിന്റെ അടുത്ത് നിന്ന് ഇങ്ങനെയല്ല പ്രതീക്ഷിച്ചത് മോഹൻ. നീ നിന്റെ ഭാര്യയെ ചതിച്ചു. നീ ഒരു രണ്ടാം ഭാര്യയെ കൊണ്ടുവന്നു. ഇതിനാണോ ഞങ്ങൾ നിന്നെ പട്ടണത്തിലേക്ക് അയച്ചത്? എന്നാൽ ഇനി ഇത് ചെവി തുറന്ന് കേട്ടോളൂ. എന്റെ മരുമകൾ സ്വപ്ന മാത്രമായിരിക്കും എന്നും. ഹേ കിളവി, എനിക്ക് നിങ്ങളെ അമ്മയെന്ന് വിളിച്ച് പുറകെ നടക്കാൻ വലിയ ആഗ്രഹമൊന്നുമില്ല. മനസ്സിലായോ? മോഹന് തന്റെ ധനികയായ ഭാര്യയെ കണ്ട് കണ്ണു മഞ്ഞളിച്ചു പോയിരുന്നു. ആരും പറയുന്നത് അയാൾ ചെവിക്കൊണ്ടില്ല. അങ്ങനെ കുമിലിക എല്ലാ അധികാരത്തോടുകൂടി ആ വീട്ടിൽ സ്വപ്നയോടൊപ്പം തന്നെ ജീവിക്കാൻ തുടങ്ങി. മോഹൻ, നമുക്കെവിടെയെങ്കിലും ചുറ്റാൻ പോകാം. ഈ ചെറിയ വീട്ടിൽ ശരിക്കും എനിക്ക് ശ്വാസം മുട്ടുന്നു. വരൂ ഡാർലിംഗ്, അടുത്തൊരു പുതിയ റെസ്റ്റോറന്റ് തുടങ്ങിയിട്ടുണ്ട്. നമുക്കൊരുമിച്ച് അവിടെ പോയി ഡിന്നർ കഴിക്കാം. അവർ രണ്ടുപേരും പുറത്തേക്ക് പോകുന്നു. ഇതെല്ലാം കണ്ട് സ്വപ്ന ഉള്ളിന്റെ ഉള്ളിൽ വിങ്ങിപ്പൊട്ടുന്നു. അവൾക്ക് ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കുന്നില്ല. അങ്ങനെ പ്രശ്നങ്ങളിലൂടെ കടന്നുപോകവേ കുമിലികയ്ക്കും ആ ഗ്രാമം മടുത്തു തുടങ്ങി. അവൾ പട്ടണവും ക്ലബ്ബും എല്ലാം മിസ് ചെയ്യാൻ തുടങ്ങി. മോഹന് ജോലിയില്ലാത്തതും അവളെ അലട്ടാൻ തുടങ്ങി. ഓഹോ, ഏതു നേരവും നിങ്ങൾ വീട്ടിൽ തന്നെ ഇരിപ്പാണല്ലോ. എന്തെങ്കിലും നല്ല ജോലിക്ക് പോയി തുടങ്ങൂ. നിങ്ങൾക്ക് നിങ്ങളുടെ തല്ലിപ്പൊളി കൂട്ടുകാരുമായി ചുറ്റി നടക്കാനല്ലേ നേരമുള്ളൂ. ഞാൻ ഫ്യൂച്ചറിനെ പറ്റി വളരെ സീരിയസ് ആണ്. നിങ്ങൾ ഇത്ര മടിയനാകുന്നത് എന്താണ്? എനിക്ക് ജീവിതത്തിൽ പണക്കാരിയായ ഒരു ഭാര്യയാണ് ആവശ്യം. എനിക്ക് ജോലി ചെയ്യണമായിരുന്നുവെങ്കിൽ പിന്നെ ഞാൻ നിന്നെ വിവാഹം ചെയ്യേണ്ട ആവശ്യം എന്താണ്? അപ്പോൾ അതാണ് സത്യം. ഓക്കെ ഫൈൻ, ഞാൻ നിന്നെ ചൂസ് ചെയ്തെങ്കിൽ നിന്നെ ഉപേക്ഷിക്കാനും എനിക്കറിയാം. പിന്നെ പൈസയുടെ കാര്യം, നിങ്ങൾക്ക് ചില്ലി പൈസ പോലും കിട്ടാൻ പോകുന്നില്ല. ഞാൻ എന്തുകൊണ്ട് ചിന്തിച്ചില്ല സ്വന്തം ഭാര്യയെ വേണ്ടാത്ത ഒരാളുടെ അടുത്ത് എന്റെ അവസ്ഥ എന്താകുമെന്ന്. ഇവർക്ക് വേറൊരു അഫയർ ഉണ്ടെന്ന് നിങ്ങൾ എന്നോട് കള്ളം പറഞ്ഞു. പക്ഷേ സത്യം എന്തെന്ന് വെച്ചാൽ ഇവർ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അവൾ പറയുന്നത് കേട്ട് മോഹൻ സ്തംഭിച്ചു നിന്നു. കുമിലിക ഒരൊറ്റ നിമിഷം കൊണ്ട് മോഹനെ എല്ലാം ഉള്ളവനിൽ നിന്ന് ഒന്നുമില്ലാത്തവനാക്കി മാറ്റി. അവൾ അവിടെ നിന്നും എന്നേക്കുമായി പട്ടണത്തിലേക്ക് പോയി. ഈ സംഭവത്തിനു ശേഷം മോഹന് തന്റെ യഥാർത്ഥ ഭാര്യ ആരാണെന്നും തന്റെ വലിയ വലിയ തെറ്റുകളെ ആരാണ് ക്ഷമിക്കുന്നതെന്നും മനസ്സിലായി. അയാൾ എല്ലാത്തിനും സ്വപ്നയോട് മാപ്പു പറഞ്ഞു. സ്വപ്നയ്ക്ക് വളരെ വലിയ മനസ്സായിരുന്നു. ഇവൾ ഇതെല്ലാം ഒരു ചീത്ത സ്വപ്നം പോലെ കരുതി മോഹനോട് എല്ലാത്തിനും ക്ഷമിച്ചു. അങ്ങനെ അവർ സ്നേഹത്തോടെ ജീവിക്കാൻ ആരംഭിച്ചു. പ്രകാശ് അവന്റെ വീട്ടിലെ ഒറ്റ മകനാണ്. അവനായിരുന്നു കുടുംബത്തിന്റെ മുഴുവൻ ചുമതല. അവൻ വീട് മുൻപോട്ട് നോക്കാൻ വേണ്ടി ഒരു ഫാക്ടറിയിൽ കുറഞ്ഞ ശമ്പളത്തിൽ ജോലി നോക്കിയിരുന്നു. പ്രകാശിന്റെ കുടുംബത്തിൽ അമ്മയും അച്ഛനും ഭാര്യയും അനിയത്തിയും മകളും മകനും ഉണ്ട്. പട്ടിണിയിലായിരുന്നെങ്കിലും അവന്റെ കുടുംബം എങ്ങനെയോ മുൻപോട്ടു പോയി. ഒരിക്കൽ അവന്റെ വീടിന്റെ അടുത്ത് പുതിയ അയൽവാസികൾ വന്നു. പുതിയ അയൽവക്കം വന്നെന്നാ തോന്നുന്നത്. അപ്പോൾ വീടിനകത്തുനിന്ന് മരുമകൾ പറഞ്ഞു, അച്ഛാ, അകത്തേക്ക് വരൂ, ഭക്ഷണമെല്ലാം റെഡിയായി. വരുവാ മോളെ. കുറച്ചു നേരത്തിനുള്ളിൽ അവർ ഭക്ഷണമെല്ലാം കഴിച്ചു. നമ്മുടെ അയൽവക്കത്തെ ബംഗ്ലാവില്ലേ, അവിടെ ഒരു വലിയ കാറിൽ ആൾക്കാർ വന്നിട്ടുണ്ട്. അവർ നമ്മുടെ അയൽവക്കമായതുകൊണ്ട് അവരെ ഭക്ഷണം കഴിക്കാൻ വിളിക്കണ്ടേ? അവരൊക്കെ പണക്കാരാ. നമ്മൾ ദരിദ്രരുടെ കയ്യിൽ നിന്നും റൊട്ടി കഴിക്കുമോ? അതും ഈ ഉണങ്ങിക്കരിഞ്ഞ റൊട്ടി. എല്ലാവരും എങ്ങനെയൊക്കെയോ ഉണങ്ങിക്കരിഞ്ഞ റൊട്ടി കഴിച്ചു. എന്നാൽ സന്ധ്യ കഴിക്കാനിരുന്നപ്പോൾ എല്ലാ ഭക്ഷണവും തീർന്നു. അയ്യോ, ഭക്ഷണമെല്ലാം തീർന്നല്ലോ. ഇനി വെള്ളം കുടിച്ചിട്ട് കിടന്നുറങ്ങാം. ഇതെന്താ ചേച്ചി, ഞങ്ങൾക്കെല്ലാം ഭക്ഷണം തന്ന ചേച്ചി വെറും വയറിൽ കിടക്കുവാണോ? ഞങ്ങൾ പട്ടിണി കിടക്കരുത്, അതുകൊണ്ടാ ചേച്ചി പട്ടിണി കിടക്കുന്നത്. നമ്മളുടെ ഈ ദാരിദ്ര്യം കാരണം നിനക്ക് ഭക്ഷണം പോലും തരാൻ പറ്റുന്നില്ല മോളെ. അതൊന്നും കുഴപ്പമില്ലമ്മേ. നിങ്ങൾ എല്ലാവരും എന്നെ ഇങ്ങനെ ഇത്രയും സ്നേഹിക്കുമ്പോൾ ഭക്ഷണം നിങ്ങൾ കഴിച്ചാൽ ഞാൻ കഴിച്ചതുപോലെയാ. കുഴപ്പമൊന്നുമില്ല. മരുമകൾ പറയുന്നത് കേട്ട് അമ്മായിയമ്മ കരഞ്ഞു. സന്ധ്യ വളരെ നല്ലവളാണ്. അവൾക്ക് അവളുടെ കുടുംബത്തിന്റെ ബുദ്ധിമുട്ട് നന്നായി അറിയാമായിരുന്നു. അങ്ങനെ കുറച്ചുനാൾ അകന്നുപോയി. ഒരിക്കൽ, നോക്കൂ, വീട്ടിൽ സാധനവുമില്ല, പച്ചക്കറിയുമില്ല. കഴിക്കാൻ എന്തുണ്ടാക്കും? അമ്മയുടെ മരുന്നും തീർന്നുപോയി. ഇത് കേട്ടപ്പോൾ പ്രകാശ് തന്റെ പോക്കറ്റിൽ കൈയിട്ട് ഒരു പഴയ 100 രൂപയുടെ നോട്ടെടുത്തു. തൽക്കാലം ഇത് പിടിക്ക്. ശരി. അവൾ ചന്തയിൽ പോയി അവളുടെ അമ്മയ്ക്ക് മരുന്ന് വാങ്ങിച്ച ശേഷം, കുറച്ചു പൈസ ബാക്കിയുണ്ട്, പച്ചക്കറി വാങ്ങിക്കാം.
ചേട്ടാ 1 കിലോ വഴുതനങ്ങ തരൂ. പച്ചക്കറിക്കടക്കാരൻ പച്ചക്കറി കൊടുത്തപ്പോൾ സന്ധ്യ അവന് 30 രൂപ കൊടുത്തു. അപ്പോൾ കടക്കാരൻ അവളോട് ദേഷ്യത്തിൽ പറഞ്ഞു, നിനക്കെന്താ വട്ടുണ്ടോ? ഇത്രയും പറ്റില്ല, 80 രൂപയായതിന്. പക്ഷേ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നില്ലേ എല്ലാത്തിനും 30 രൂപയാണെന്ന്? 30 രൂപയ്ക്ക് ഞാൻ മുളക് കിട്ടുമെന്നാ പറഞ്ഞത്. പൊക്കോ ഇവിടുന്ന്. ഇങ്ങനെ പറഞ്ഞ് കടക്കാരൻ അവളെ തള്ളി മാറ്റി. അവൾ പുറമോട്ട് പോയപ്പോൾ പുറകിൽ നിന്ന ഒരു പണക്കാരി യുവതിയെ അവൾ ഇടിച്ചു. കുഴപ്പമില്ലല്ലോ. സന്ധ്യ, നീയോ? പൂർവി, നീയോ? സുഖമാണോ? നിന്നെ കണ്ടിട്ട് വർഷങ്ങളായല്ലോ. ഞാനും എത്ര വർഷം കഴിഞ്ഞിട്ടാ നിന്നെ കാണുന്നത്. എന്റെ കൂടെ വീട്ടിലേക്ക് വാ, നമുക്ക് കൂട്ടുകാർക്കെന്ന് ഒരുപാട് സംസാരിക്കാനുണ്ട്. പൂർവിയുടെ കൂടെ അവളും കാറിൽ കയറിപ്പോയി. അവളുടെ വലിയ വീട്ടിൽ പോയപ്പോൾ സന്ധ്യ ഞെട്ടിപ്പോയി. പൂർവി, ഇത് നിന്റെ വീടാണോ? അതെ, കുറച്ചു നാൾ മുമ്പെയാ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. എന്തുപറ്റി? നിന്റെ ബംഗ്ലാവിന്റെ അടുത്താണ് എന്റെ വീടും. നമ്മുടെ നിമിത്തം നോക്കൂ പൂർവി, നമ്മൾ ഇതുവരെ കൂട്ടുകാരായിരുന്നു, ഇപ്പോൾ അയൽവക്കക്കാരും. നിനക്ക് സന്തോഷമായില്ലേ സന്ധ്യേ? അതെ, എനിക്ക് സന്തോഷമായി. ഇവൾ അറിയാൻ പാടില്ല ഞാൻ ഇപ്പോഴും ഒരു ദരിദ്രവാസിയാണെന്ന്, എന്റെ കല്യാണം കഴിഞ്ഞിട്ടും. കുറച്ചു കഴിഞ്ഞ് അവൾ വീട്ടിൽ പോയപ്പോൾ എല്ലാവരും വിഷമിച്ചിരിക്കുന്നത് കണ്ടു. അയ്യോ, എന്തുപറ്റി? എല്ലാവരും എന്താ വിഷമിച്ച്? പ്രകാശ് ഇന്ന് വേഗം വീട്ടിൽ വന്നല്ലോ. നമ്മൾ ദരിദ്രരുടെ കഷ്ടപ്പാടെല്ലാം എന്നു മാറുമെന്ന് ഒരു പിടിയുമില്ല. മോളെ, പ്രകാശിനെ മുതലാളി ജോലിയിൽ നിന്നും പുറത്താക്കി. എന്താ ദൈവമേ, ഇതെന്താ ഇത്? വീട്ടിൽ ഗോതമ്പ് പൊടി പോലുമില്ല. അപ്പോൾ പൂർവി അവരുടെ വീട്ടിലേക്ക് വന്നു. സന്ധ്യ, നീ എവിടാ? നോക്ക്, ഞാൻ എന്താ കൊണ്ടുവന്നേന്ന്. അയ്യോ, അത് പൂർവിയാ. അവൾ അകത്തു വന്ന് ഞങ്ങൾ ഇങ്ങനത്തെ ഭക്ഷണമാണ് കഴിക്കുന്നതെന്ന് കണ്ടാൽ അവൾക്ക് വിഷമമാകും. അതുകൊണ്ടവൾ വേഗം വാതിലിനടുത്തേക്ക് പോയി ആ സാധനം വാങ്ങി. ഹാ, പറ പൂർവി. ഞാനെന്റെ ഭർത്താവിന് വേണ്ടി ഷായി പനീറിന്റെ കറി ഉണ്ടാക്കിയതാ. അപ്പോഴാ ഓർമ്മ വന്നത്, നിനക്കും ഇഷ്ടമല്ലേ, അതുകൊണ്ട് കൊണ്ടുവന്നതാ. ഓ അതെയോ, നന്ദി. അവൾ വാതിൽക്കൽ തന്നെ കറി വാങ്ങി. പൂർവിയും തിരിച്ചുപോയി. സന്ധ്യ കറിയുമായി അകത്തേക്ക് വന്നു. മോളെ, ഇത് നമ്മുടെ അടുത്തുള്ള വീട്ടിലെ ആളല്ലേ? അവൾ അടുത്തുള്ള ആൾ മാത്രമല്ല, എന്റെ നല്ല കൂട്ടുകാരിയാ, എന്റെ ബാല്യകാല സുഹൃത്ത്, ഉറ്റ സുഹൃത്ത്. അയ്യോ, അത് നല്ല കാര്യമാണല്ലോ ചേച്ചി. ചേച്ചിയുടെ കൂട്ടുകാരി അടുത്തു തന്നെ താമസിക്കുന്നത്. അമ്മേ, ആ കറി തരുമോ? അതിൽ നിന്ന് നല്ല മണം വരുന്നുണ്ട്. ആ മോളെ, ഇപ്പോൾ തരാം. സന്ധ്യ എല്ലാവർക്കും കറി വിളമ്പി. അന്ന് ആദ്യമായിട്ടാണ് അവർ ഇത്രയും നല്ല കറി കഴിക്കുന്നത്. അവർ കറി കഴിച്ച് ഒരുപാട് സന്തോഷിച്ചു. അവിടെ പൂർവി അപ്പോഴും സന്ധ്യയെക്കുറിച്ച് തന്നെ ഓർത്തു. എന്തോ ഒരു കാര്യം സന്ധ്യ എന്നോട് മറയ്ക്കുന്നുണ്ട്. ഇന്നവൾ എന്നെ വീട്ടിൽ കയറ്റിയതേയില്ല, പിന്നെ വീട്ടിലുള്ളവരെയും കണ്ടില്ല. ഉറപ്പായും എന്തോ അവൾ മറച്ചു വെക്കുന്നുണ്ട്. എനിക്കതെന്താണെന്ന് അറിഞ്ഞേ പറ്റൂ. ഞാൻ ഒറ്റയ്ക്ക് വീട്ടിൽ പോയേ പറ്റൂ. അടുത്ത ദിവസം സന്ധ്യയ്ക്ക് കുറെ ഗിഫ്റ്റുകളുമായി അവളുടെ വീട്ടിലേക്ക് പോയി. നമസ്കാരം അമ്മേ, ഞാൻ പൂർവി, സന്ധ്യയുടെ കൂട്ടുകാരിയാണ്. ഹാ, മോൾ പറഞ്ഞിരുന്നു. വാ മോളെ, വന്നിരിക്കെ. സരള തന്റെ സാരിത്തുമ്പുകൊണ്ട് ആ കസേര വൃത്തിയാക്കി. എന്നാൽ പൂർവിയോ തറയിലിരുന്നു. അയ്യോ, ഇതെന്താ നിങ്ങൾ തറയിലിരുന്നത്? കസേരയിലിരിക്കൂ. ഞങ്ങൾ ദരിദ്രരാണ്, ഞങ്ങൾ തറയിൽ തന്നെ ഇരിക്കണം. പക്ഷേ നിങ്ങൾ അതെന്താ, പണക്കാർക്ക് തറയിലിരിക്കാൻ പാടില്ലേ? പോയി എനിക്ക് ഭക്ഷണം കൊണ്ടുവരൂ. ഞാൻ നിങ്ങൾക്ക് ഭക്ഷണവും ഗിഫ്റ്റും കൊണ്ടുവന്നിട്ടുണ്ട്. ഭക്ഷണം? താങ്ക് യു ആന്റി. എനിക്ക് നന്നായി വിശക്കുന്നുണ്ടായിരുന്നു. കുറെ ദിവസങ്ങളായി റൊട്ടി പോലും കഴിച്ചിട്ടില്ല. ഒറ്റ റൊട്ടിയാണ് കഴിക്കുന്നത്. ഇന്നലെയാണെങ്കിൽ ഒന്നും കഴിച്ചില്ല. മിണ്ടാതെ അനു. അവൾ മിണ്ടിയാൽ എന്താ? അവൾ പറയുന്നത് പറയട്ടെ. സന്ധ്യ, നമ്മൾ ചെറുപ്പം മുതൽ ഒന്നിച്ച് പഠിച്ചവരാ. ചെറുപ്പം മുതൽ യൗവനം വരെ ഫ്രണ്ട്സാ. നീ എന്നെ അന്യയായി കാണരുത്. നീ ഇതെല്ലാം എന്നോട് മറച്ചു വെക്കരുതായിരുന്നു. നീ എന്നോട് ഇങ്ങനെ ചെയ്യാതെ എല്ലാ കാര്യം എന്നോട് പറ. അത് ഒന്നുമില്ല പൂർവി. ഇതെല്ലാം പറഞ്ഞ് നിന്നെ വിഷമിപ്പിക്കണ്ടെന്ന് കരുതി. നിനക്ക് എന്നോട് സഹായം ചോദിക്കാൻ വയ്യ അല്ലേ? ചേട്ടാ, ഇതിൽ കുറച്ച് പൈസയുണ്ട്. ഇതുകൊണ്ട് എന്തെങ്കിലും ജോലി തുടങ്ങൂ. എന്നാൽ ഞാനിത് എങ്ങനെ തിരികെ തരും? ജോലി കിട്ടിക്കഴിയുമ്പോൾ തിരിച്ചു തന്നോളൂ. അല്ലെങ്കിൽ അനിയത്തിയാണെന്ന് കരുതി വെച്ചോളൂ. നീ വളരെ നല്ലവളാണ് പൂർവി. സുഹൃത്തുക്കൾ രണ്ടുപേരും തമ്മിൽ കെട്ടിപ്പിടിച്ചു. അങ്ങനെ പ്രകാശും ഒരു പലചരക്ക് കട തുടങ്ങി. അവനവിടെ നല്ല കച്ചവടവും കിട്ടി. കുറച്ചു ദിവസം കൊണ്ട് അവൻ പൂർവിയുടെ പണവും കൊടുത്തു. അവനും ഒരു വലിയ വീടും വച്ചു. അങ്ങനെ രണ്ടു സുഹൃത്തുക്കളും അയൽവാസികളായി സന്തോഷമായി ജീവിച്ചു. Thanks for watching.